ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേസരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു മധുര പലഹാരം തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കഴിക്കാൻ നല്ല രുചിയുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റവ കേസരി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു കടായിലേക്ക് 1/4 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് മെൽറ്റായി വരട്ടെ. നെയ്യ് മെൽറ്റായി വന്നപ്പോൾ ഇതിലേക്ക് അല്പം കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കാഷ്യൂ നട്ട്സ് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഇപ്പോൾ ചെറുതായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഉണക്കമുന്തിരിയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കൂടുതൽ ഡാർക്ക് കളർ ആകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നെയ്യിൽ നിന്നും ഒരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ നെയ്യിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ നമ്മളിവിടെ 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റവ നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിലും ഒരു 2-3 മിനിറ്റ് നേരം നമ്മളിതുപോലെ നെയ്യിലൊന്ന് വറുത്തിട്ട് വേണം എടുക്കേണ്ടത്. അപ്പോഴാണ് നമ്മുടെ റവ കേസരിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഗ്യാസ് ലോ ഫ്ലെയിമിൽ തന്നെ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കണം. നമ്മളിത് വറുത്ത് പാകത്തിന് റോസ്റ്റായി കഴിയുമ്പോൾ റവ നെയ്യിൽ വറുത്ത് വരുന്നതിൻ്റെ നല്ലൊരു വാസന വരും. ഇപ്പോൾ ഇവിടെ ഇത് വറുക്കുവാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റോളം ആയിട്ടുണ്ട്. റവ പാകത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. വറുത്ത റവ ഈ പാനിൽ തന്നെ ഇരുന്നാൽ പാനിൻ്റെ ചൂടുകൊണ്ട് ഓവർ റോസ്റ്റായി പോകും. അതുകൊണ്ട് റവ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അല്പം കുങ്കുമപ്പൂവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചതാണിത്. 10 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ വെക്കണം. ഇത് ഓപ്ഷണലാണ്. റവ കേസരിക്ക് ഒരു യെല്ലോ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് കുങ്കുമപ്പൂ എടുത്തിട്ടുള്ളത്. കുങ്കുമപ്പൂ ചേർത്താലും ഇല്ലെങ്കിലും നമ്മുടെ റവ കേസരിക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഇനി ഒരു കടായിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് റവയ്ക്ക് 2.5 കപ്പ് വെള്ളമാണ് നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ റവ കേസരി നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരിക്കും. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ നമുക്ക് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളം നല്ലതുപോലെ വെട്ടിത്തിളക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഇതുപോലെ തിളച്ചു തുടങ്ങുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റവ അല്പാൽപമായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അഥവാ കട്ടകളുണ്ടെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഉടച്ചു കൊടുത്താൽ മതി. ഗ്യാസ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ഇളക്കി കൊടുത്ത് റവ കുക്ക് ചെയ്തെടുക്കണം. അല്പസമയം കഴിയുമ്പോൾ തന്നെ റവ ഇതുപോലെ കുറുകി വരും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു 2-3 മിനിറ്റ് നേരം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ റവയിലെ വെള്ളമെല്ലാം വറ്റി റവ കുക്കായിട്ട് വരും. റവ കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര 250 ഗ്രാം അളവിലുണ്ട്. പഞ്ചസാര ചേർത്ത് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ലൂസായിട്ട് വരും. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റവ കേസരിക്ക് ഒരു മീഡിയം മധുരമാണ് കിട്ടുന്നത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പഞ്ചസാര ഇതിൽ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിരുന്ന കുങ്കുമപ്പൂവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുങ്കുമപ്പൂ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ 5 ഏലക്കയാണ് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഫൈനലി നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു ടൈമിൽ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ആ നെയ്യിൻ്റെ ടേസ്റ്റും വാസനയും എല്ലാം നമ്മുടെ കേസരിയിലേക്ക് കിട്ടും. നെയ്യ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ടുള്ള ഈ ഒരു റവ കേസരി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.